എര കിട്ടിയോ? കിട്ടി, നല്ലൊരു ഇര കിട്ടി. പക്ഷെ കൊളുത്തെ കുത്തി കുളത്തിലിടാൻ പറ്റിയല്ല. പിന്നെ കോലയെ കുത്തി തന്നെ തൊള്ളയിലിടാനോ നേരെ കൊണ്ടുവരാൻ പറഞ്ഞ? പൊതുസ്ഥലത്ത് മാലിന്യം തള്ളിയ പഞ്ചായത്ത് അംഗമാണ് എറണാകുളം മഞ്ഞള്ളൂരിലെ പ്രധാന ചർച്ചാ വിഷയം. പ്രഭാകരേട്ടന് വീട്ടില് വിലയില്ലെങ്കിലും നാട്ടില് പുല്ല് വില. ആരും അറിയാതെ സ്കൂട്ടറിൽ മാലിന്യം തള്ളാൻ വന്നതായിരുന്നു. പക്ഷേ സംഭവം ഇപ്പോൾ എല്ലാവരും കണ്ടു. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. CPIM പഞ്ചായത്ത് അംഗത്തെ പുറത്താക്കണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം. ഇടിവെട്ടിവന്റെ തലേ പാമ്പ് കടിച്ചോടാ ചിന്നക്കട ജംഗ്ഷനിൽ വെച്ച് ഒരു 7-7:30 ആയി കാണും. ഇവിടെ മൈത്തോണ്ടി നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ച് ഞാൻ പറഞ്ഞതാ. റൊണാൾഡോ ഇങ്ങനത് കാണുക. ഓടുന്ന സ്കൂട്ടറിൽ നിന്ന് മുഖം പോലും തിരിക്കാതെ അതിവിദഗ്ധമായി കാലുകൊണ്ട് അടിച്ചു തെറിപ്പിക്കുന്നത് സ്വന്തം വീട്ടിലെ മാലിന്യമാണ്. ഇവനൊക്കെ MG റോഡിൽ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് കുരിച്ചു നിർത്തി കൂമ്പിലിടിച്ച് ബാക്കിൽ മണ്ണെണ്ണ ഒഴിച്ച് വായിൽ തിരികെ കത്തിച്ച് ചാമ്പലാക്കണമെന്നാണ് എന്റെ ആത്മാർത്ഥമായ അഭിപ്രായം. ദൃശ്യങ്ങൾ വൈറലായി, പരാതിയായി. പഞ്ചായത്ത് സെക്രട്ടറി ആദ്യം നടപടിയെടുത്തില്ല. നല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? കോൺഗ്രസും യൂത്ത് കോൺഗ്രസും പ്രതിഷേധവുമായി വന്നതോടെ 1000 രൂപ പിഴ ഈടാക്കി. എടാ എന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയേ. എന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതിയാ. എന്നാ നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. സാധാരണക്കാർ മാലിന്യം തള്ളിയാൽ 10000 രൂപ പിഴ. പഞ്ചായത്ത് അംഗം ചെയ്തപ്പോൾ വെറും 1000 രൂപ മാത്രം. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ വണ്ടി ഓടിച്ച് സ്പീഡിൽ പോകുമ്പോൾ ഈ വണ്ടിയിൽ നിന്ന് ഈ ടിക്കറ്റ് റോഡിലേക്ക് പോകുന്നു. എന്നിട്ട് അപ്പോൾ ഞാൻ കാല് കൊണ്ട് പൊക്കി തടയാൻ ശ്രമിച്ചു. റോഡിലേക്ക് ചാടുണ്ടാക്കാം. അത് നല്ല വിചാരമായി പോയി. ഇവൻ ശരിയല്ല. ഇവന്റെ ഉണ്ടകണ്ണ് കണ്ടാലറിയാം കള്ള ലക്ഷണമുണ്ട്. അല്ലോ ഇത് കള്ള ലക്ഷണമല്ല, ജന്മനാ ഉള്ള. ടിക്കറ്റിന്റെ കടലാസിന് വെയിറ്റ് ഇല്ലല്ലോ. ആ സാധനം റോഡിലേക്ക് ചാടാൻ നേരത്തെ ഞാൻ ഇടത് കാലോട്ട് പൊക്കി എടുത്ത് വണ്ടിയിലേക്ക് വെക്കാൻ തുടങ്ങുന്ന രംഗമാണ് സോഷ്യൽ മീഡിയ ഞാൻ തൊഴിച്ച് കളയുന്നതായിട്ട് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. കഥാപ്രസംഗം കോടതി മതി. ഞാൻ പറഞ്ഞൊന്നും വിശ്വാസമായില്ലേ? വിശ്വാസമായി ഇല്ല. ഞാൻ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ അത് മറച്ചു വെച്ചുകൊണ്ട് എന്നെ നശിപ്പിക്കാനുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നതെന്നും സമൂഹത്തിന്റെ മുമ്പിൽ ഇത് ജനങ്ങൾക്കത് മനസ്സിലാവുമെന്നും കരുതിയാണ് ഞാൻ പോകുന്നത്. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്.